എങ്ങനെയുണ്ട് ഈ കാഴ്ച? ഒരു മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരി മൈമൂനയുടെ കാഴ്ചയാണ് കാണുന്നത്. 44 വയസ്സുള്ള യുവതിയാണ്. റമദാനിൽ, വിശുദ്ധ റമദാനിൽ മദ്യപിച്ചിട്ട് എണീക്കാൻ പോലും കഴിയാതെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ. ആ തെറിയൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടെ കേൾപ്പിക്കാൻ വയ്യ. എന്നിട്ട് നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചപ്പോഴാണ് ഒരു കൊടും കുറ്റവാളിയാണ് ഈ ഒരു മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരി മൈമൂന എന്ന് മനസ്സിലാവണേ. പടച്ചവനാണ് മലപ്പുറം ജില്ലക്കാരനായി എനിക്കിത് പറയുമ്പോൾ സങ്കടമുണ്ട്. എന്ത് ക്രൈം ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പുത്തരി അല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിക്കാരിയാണ് ഈ മൈമൂന. ഇപ്പോൾ താമസം കുറേ വർഷങ്ങളായിട്ട് ഗൂഡല്ലൂരാണ്. ഈ മൈമൂനയെ ആൾക്കാർ കാണുന്നത് കാറിൻ്റെ അവിടെ ഇങ്ങനെ നീക്കാൻ വയ്യാണ്ട് കിടക്കണം. ഇപ്പം ഈ കാഴ്ചകൾ കണ്ടില്ല, തെറി ഇങ്ങനെ വിളിക്കുകയാണ്. നാട്ടുകാർ പിന്നെ വിട്ടില്ല. ഈ എഴുന്നേൽക്കേണ്ട അമ്മ സാധനം നോക്കുമ്പോൾ ആരാണ് ഈ ആളെന്നറിയോ? ഈ കൊല്ലംകോടുള്ള ഒരു ജോത്സ്യനുണ്ട്. ഈ ജോത്സ്യനെ ഈ മൈമൂനയും മറ്റൊക്കെ വിളിച്ചോടുന്നു. ഒരു വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ പൂജ വേണമെന്ന് പറഞ്ഞിട്ട് ജോത്സ്യനെ വിളിച്ചോട് നിൽക്കുന്ന കൊടുക്കുകയാണ്. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായ പ്രജീഷോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു 10-26 വയസ്സുള്ളൂ. എൻ്റെ വീട്ടിൽ കാണി കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആള് ഇവനെ നന്നായിട്ട് മർദ്ദിച്ചു. അടിച്ച് ഇടിച്ച് പരുവാക്കിയിട്ട് ഡ്രസ്സൊന്നും ഇടാതെ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തു. ഇത് ഹണി ട്രാപ്പാണ്. ഇയാളാകെ കുടുങ്ങി. എന്നിട്ട് ഈ ഫോട്ടോ അയാളെ 4.5 പവൻ്റെ മാലെടുത്തു, കയ്യിലുള്ള 2000 രൂപ എടുത്തു, സ്വർണം മറ്റേ മൊബൈൽ എടുത്തു. ഇനി 25 ലക്ഷം എങ്ങാനും വേണമെന്ന് പറഞ്ഞു. അതൊക്കെ വേഗം തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാണ്. ആ സമയത്താണ് ചിറ്റൂർ പോലീസ് വേറെ ഏതോ ഒരു കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി ആ വീടിൻ്റെ അടുത്തേക്ക് വന്നതാണ്. പെട്ടെന്ന് ഈ പോലീസുകാരെ കണ്ടതോടുകൂടി ഇവർ 10 ആളുകളുണ്ട് കേട്ടോ. 10 ആളുകളും ഇറങ്ങിയോടി. അതിൽ 24 വയസ്സുള്ള ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ഇറങ്ങി ഓടിപ്പോൾ ഈ മൈമൂനയും ജിതേഷ് എന്ന് പേരുള്ള ഒരുത്തനാണ് ഓടിയത്. ഓടിപ്പോൾ എൻ്റെ കാലിന് നല്ല പരിക്ക് പറ്റി. ഓൻ കാറ് ഡ്രൈവ് ചെയ്തു ഇതിലുണ്ട്. ഈ കാറിൽ കയറിപ്പോയി. ഓരോരുത്തർ വഴിക്കോടി. ഒരുത്തനെ പോലീസ് പൊക്കി. അപ്പോൾ ഈ പോലീസിന് അറിയില്ല ഇവിടെ ഇങ്ങനെ സംഭവം നടക്കണമെന്ന് പോലീസിന് അറിയില്ല. അപ്പോൾ ആ സമയത്താണ് ഈ ജോത്സ്യൻ ഇവിടെ പോയിട്ട് നാട്ടിലെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ അല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ ആ സംഭവം നടന്ന കൊഴിഞ്ഞാമ്പാറയിൽ, പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം. അവിടുത്തെ സ്റ്റേഷനിൽ അങ്ങനെയാണ് പോലീസുകാർ ഇവരെ പിന്നീട് പിടികൂടുന്നത്. അപ്പോൾ ഈ കാറിൽ രക്ഷപ്പെട്ട മൈമൂനയും ജിതീഷ് ചെയ്തു. ഇവൻ്റെ കാറ് കുറച്ചത് ഇവൻ്റെ കാലിന് പരിക്കേറ്റ് കാർ അവിടെ നിർത്തിയിട്ട് ഇവൻക്ക് ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഈ സ്ത്രീ പുറത്തിറങ്ങി. ഇതിന് റമദാൻ്റെ പകലിൽ കള്ള് കുടിച്ചിട്ട് നീറ്റ് നിൽക്കാൻ വയ്യാന്ന് കണ്ടിട്ട് നാട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്ന രംഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ നാട്ടുകാർ പിടികൂടുമ്പോഴും ഇവർ ഹണി ട്രാപ്പ് നടത്തിയവരാണ്. ഇതൊന്നും നാട്ടുകാർക്കറിയില്ല. അങ്ങനെ പിടിച്ച് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് സംഗതി ഇതാണ് കേസ്. ഈ ഒരു വിശുദ്ധ റമദാനിനെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ കൗമം മലപ്പുറം ജില്ലയിൽ, ഏത് ജില്ലയാവട്ടെ, ഞാനൊരു ജില്ലയെ പറഞ്ഞതല്ല, നമ്മുടെ കൗമ്യങ്ങൾ തന്നെ മാറാന്ന് കാണുമ്പോൾ വലിയ സങ്കടം. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇനി വരാനുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ.